ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. 1250 റുപ്യകളായി. ജാക്ക് മിസ്റ്ററിന്റെ എയർ ബ്ലോവർ. അപ്പൊ ഇത് പൊട്ടിച്ച് നോക്കട്ടാ. നല്ല പാക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ജാക്ക് മിസ്റ്ററിന്റെ പെട്ടി. ജാക്ക് മിസ്റ്റർ ഇതാണ് നമ്മുടെ സാധനം. മേക്ക് ഇൻ ഇന്ത്യ ആണ്. ഇതിന്റെ പവറൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഇതിന്റെ വാട്ട്സ് എഴുതിയിട്ടില്ല. ഇതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയൊക്കെയാ ഉള്ളത്. പെട്ടിന്റെ മുകളിൽ ഇങ്ങനെയൊക്കെയേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലൊരു 6 മീറ്ററിന്റെ കേബിൾ ഉണ്ട്. പിന്നെ 2 എക്സ്റ്റൻഷൻ ചെയ്യുന്ന 2 പൈപ്പ് ഉണ്ട്. പിന്നെ അത് കണക്ട് ചെയ്യുന്ന 2 കണക്ടർ ഉണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം ഹെയർ ബ്ലോവർ. ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഈ പാക്ക് ചെയ്ത് വെച്ചിട്ടാന്ന് തോന്നുന്നു. പിന്നെ ഇതിലെന്താ ഉള്ളത്? ഒരു പേപ്പർ ഉണ്ട് കേട്ടോ. വാറണ്ടി കാർഡാന്ന് തോന്നുന്നത്. കീറിയിട്ടൊക്കെ ഉണ്ട്. വാറണ്ടി കാർഡ് എന്നൊക്കെ പറയുന്നത്. വാറണ്ടിക്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളത് കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് പൊളിച്ച് നോക്കാം. ഇതാണ് എയർ ബ്ലോവർ. ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ. നിങ്ങളെങ്ങനെ കേട്ടോ എഴുതിയത്? 950 വാട്ട്സിന്റെ ആണ്. 1800 RPM ആണ്. അല്ല, 18,000 RPM ആണ്. പിന്നെ 4 മീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ എയർ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ, സ്പീഡ് വേരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ അവിടെ ഉണ്ട് കേട്ടോ. ഇതാന്ന് തോന്നുന്നു സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ്. പ്രസ് ചെയ്യുമ്പോൾ ബ്ലോവർ വർക്ക് ചെയ്യും. ഈ ബ്ലോവറിനെ ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഓണാക്കി വെക്കാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബ്ലോവർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ടിരിക്കാതെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഡസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ബാഗ് ഉണ്ട്. നമുക്കിത് വാക്വം ക്ലീനറായിട്ട് ഉപയോഗിക്കാന്നാ പറയുന്നത്. ചെറിയൊരു വാക്വം ക്ലീനറൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാൻ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എയർ സക്ക് ചെയ്യാണല്ലോ. അപ്പോൾ ഇത് വലിച്ചെടുക്കുന്നത് ഇതിൽ കളക്ട് ചെയ്തിട്ട് ബാഗ് വെച്ച് കഴിഞ്ഞാൽ ഇത് കളക്ട് ചെയ്യാൻ പറ്റും. കൂടെ വരുന്ന കേബിള് 1.5 മീറ്റർ ഉള്ളൂ എന്നാ തോന്നുന്നു കേട്ടോ. ഈ 1.5 മീറ്റർ ഈ കേബിൾ ഉപയോഗിക്കാം. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഇതിന്റെ കൂടെ ഓഫറായിട്ട് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ ഇതിനൊന്നും ഇങ്ങനെ 6 മീറ്റർ കേബിൾ കൂടെ വരുന്നില്ല. അപ്പൊ ഇത് എനിക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് തോന്നുന്നത്. നമുക്കിപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കണമെങ്കിൽ ആ എക്സ്റ്റൻഷന് ഇപ്പോൾ ഒരു 250-300 റുപ്യോളം ചിലവ് വരുമല്ലോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതിന്റെ കണക്ടർ ആണെങ്കിലും ഇങ്ങനെ കണക്ട് ചെയ്യാം. സ്വിച്ച് ഒന്നുമില്ല, ഇതിലിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യാം. ബ്ലോവർ ആകുമ്പോൾ കുറച്ച് ഒരു ദൂരത്തേക്കൊക്കെ കിട്ടേണ്ട ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്റ്റൻഷൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതിന് എക്സ്റ്റൻഷന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് ഇങ്ങനെ ഇത്രേ കയറുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് കയറുന്നില്ല. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഓണാക്കുമ്പോൾ ചെറിയ ഷോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ തട്ടുന്നില്ലെങ്കിൽ പോലും. അപ്പൊ അതൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല കേട്ടോ. ഇതിന് മറ്റേ വേണ്ട, ഓഫാക്കല്ലേ. ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇത് മാത്രം കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതും കൂടി കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ലെങ്ത് കൂട്ടണമെങ്കിൽ നമുക്കിത് മാത്രം ആദ്യം കണക്ട് ചെയ്ത് നോക്കാം. ഇത് മാത്രം കണക്ട് ചെയ്താ കേട്ടോ.
ഇപ്പൊ ഞാൻ രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇത്ര ലെങ്ത് കിട്ടും. ഇപ്പൊ നേരെ നിന്ന് കഴിഞ്ഞാൽ നിലത്ത് തൊടുന്ന ആ ഒരു ലെങ്ത് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ബേബി മെറ്റൽ ഒന്ന് ബ്ലോ ചെയ്ത് നോക്കുക, പോകുന്നുണ്ട് പറയാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ് കേട്ടോ. അത്യാവശ്യം ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ആ പൈസക്കുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഒരു ആവശ്യമുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ പൊടികളൊക്കെ കളയാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. 1000 സംതിങ് വരെയല്ലേ ഉള്ളൂ. ആ ഒരു പൈസക്ക് അത്യാവശ്യം വെർത്തായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ എത്ര കാലം നിൽക്കും എന്നുള്ളതൊന്നും അറിയില്ല. 1 വർഷം വാറണ്ടിയാ, അല്ല 6 മാസം വാറണ്ടിയാണ് കേട്ടോ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. 6 മന്ത് വാറണ്ടിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. പിന്നെ ഇതിന്റെ സ്പീഡ് വേരി ചെയ്യുന്നത് അവിടെയാണ്. ഇതിപ്പോ ഞാൻ നേരത്തെ വർക്ക് ചെയ്തത് ഇതിന്റെ ഫുൾ സ്പീഡിലാണ്. ഇതിന് സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഇതിന്റെ മിനിമം സ്പീഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് ഈ ബട്ടൺ ഫയർ ബ്ലോവർ കൊള്ളാം. പിന്നെ ഇത് മറ്റേ ഇതുള്ള കാർബൺ ഉള്ള ടൈപ്പാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കാർബൺ മാറേണ്ടി വരും തോന്നുന്നു. ഫ്രണ്ട് സൈഡിലും കാർബൺ ഉണ്ട്. എന്ത് കാർബൺ അഴിച്ചു വെക്കണം. അപ്പോൾ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ കാർബൺ തീരാൻ മതിയാവും. ഇൻഡക്ഷൻ മോട്ടർ അല്ല, മറ്റേ സാധാ മോട്ടറാണ്. അപ്പോൾ ജാക്ക് മിസ്റ്ററിന്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി ഉപയോഗിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.